إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് മനുഷ്യന് ലഭിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഉത്തമമായ വിഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽ മർഅതു സ്സാലിഹ അദ്ദുന്യ മതാ, ദുനിയാവ് മൊത്തം വിഭവങ്ങളാണ്. വഖൈറു മതാഇദ്ദുന്യ അൽ മർഅതു സ്സാലിഹ, എന്നാൽ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്നുള്ളത് സ്വാലിഹത്തായ സദ്വൃത്തയായ സ്ത്രീയാകുന്നു എന്നാണ്. ഒരു വീടിൻ്റെ സ്വർഗം സ്ത്രീയാണ്. ഒരു വീടിൻ്റെ ആ വീടിനെ നരകതുല്യമാക്കി മാറ്റുന്നത് സ്ത്രീയുടെ സ്വഭാവം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് നല്ല സ്ത്രീ? അയ്യുൻ നിസാഇ ഖൈർ? അവിടുന്ന് പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നദറ വതുതിഉഹു ഇദാ അമറ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവ് അവളെ നോക്കിയാൽ തന്നെ അവൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കും. വതുതിഉഹു ഇദാ അമറ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ മറുത്തൊന്നും ചിന്തിക്കാതെ ഹറാമായ കാര്യത്തിനല്ല എങ്കിൽ അവളത് അനുസരിച്ചിരിക്കും. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, അവൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒന്നും തന്നെ അവളുടെ ശരീരത്തെയോ അവൻ്റെയും അവളുടെയും സമ്പത്തിനെയോ അവൾ വിനിയോഗിക്കുകയില്ല എന്നാണ്.
ഒന്നാമതായി പറഞ്ഞത് അല്ലത്തി തസുറുഹു ഇദാ നദറ, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണ് എന്നാണ്. ഭർത്താവിന് സമാധാനം നൽകുന്നവളാണ്. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് മനസ്സിലാക്കി വന്നത്. നമ്മൾ പറഞ്ഞു വന്നിരുന്നു, നല്ലൊരു കുടുംബം ഉണ്ടാകണമെങ്കിൽ, നല്ലൊരു ദാമ്പത്യം ഉണ്ടാകണമെങ്കിൽ നല്ല ഭർത്താവായിരിക്കണം, നല്ലൊരു ഭാര്യയായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതൊരു സ്ത്രീപക്ഷ വായനയോ പുരുഷപക്ഷ വായനയോ ഒന്നുമല്ല, മറിച്ച് സ്ത്രീയെയും പുരുഷനെയും പടച്ച റബ്ബ് പഠിപ്പിച്ച ഒരു പക്ഷം ചേർന്നുള്ള ഒരു വായന മാത്രമാണ്, ഒരു നസീഹത്ത് മാത്രമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പോ അതല്ലെങ്കിൽ അമർശമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ രക്ഷക്കും നമ്മളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് റബ്ബ് നമ്മോട് ഓരോ കാര്യങ്ങളും കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ എങ്കിൽ ആ കുടുംബം സന്തോഷകരമായിരിക്കുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ എത്രമാത്രം നമ്മൾ കുടുംബത്തിൽ അനുസരിക്കുന്നുവോ, ഹറാമുകളിൽ നിന്ന്, റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുവോ, ആ കുടുംബം വിജയകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണ് എന്നാണ്, സമാധാനിപ്പിക്കുന്നവളാണ്. അതല്ലേ ഈ ലോകം കണ്ട ഏറ്റവും നല്ല ഭാര്യമാരിൽ ഒരാളായ ഖദീജ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പേടിച്ച് വിറച്ച് വരികയാണ്. വഹീൻ്റെ 1-ാം ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച്, ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിങ്ങനെ വിറച്ച് പേടിച്ച് വിറക്കുകയാണെന്നാണ്. അങ്ങനെ ഓടി വരികയാണ്. ഹജ്ജിനും ഉംറക്കുമൊക്കെ പോയ ആളുകൾ ഹിറാ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ദൂരത്ത് നിന്നെങ്കിലും കണ്ടവരാണല്ലോ, അല്ലെ? നമുക്കൊന്നും പലപ്പോഴും കയറി ചെല്ലാൻ സാധിക്കാത്തത്ര ഉയരത്തിലാണത്. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇബാദത്തിനായി മാറിയിരുന്നിരുന്നു. ആ സ്ഥലത്തേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി അവിടത്തേക്ക് പോയിരുന്നു എന്നാണ്. അങ്ങനെ പേടിച്ച് വരുന്നു, ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് വരുന്നു. സമ്മിലൂനി ദസ്സിറൂനി എന്നൊക്കെ പറഞ്ഞ് നേരെ ഓടി വരുന്നത് ഭാര്യയുടെ അടുക്കലേക്കാണ്, ഖദീജയുടെ അടുക്കലേക്കാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത്. ഹംസയുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട എളാപ്പയാണ് ഹംസ. മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനാണ് പ്രിയപ്പെട്ട ഹംസ. അവിടേക്കൊന്നും പോയില്ല. പല കൂട്ടുകാരും ഉണ്ടായിരുന്നു, അല്ലെ? ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും പോകാതെ നേരെ ഓടി വന്നത്, ആശ്വാസത്തിനും സമാധാനത്തിനും ഓടി വന്നത് പ്രിയപ്പെട്ടവളുടെ അടുക്കലേക്കാണ്, ഖദീജയുടെ അടുക്കലേക്കാണ് റളിയല്ലാഹു അൻഹ. അവിടുന്ന് എന്താ ചെയ്തത്? വേറൊന്നും ചോദിച്ചില്ല, അല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മനുഷ്യന്മാരൊന്നും പോകാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത് എന്നൊന്നും ചോദിച്ചില്ല. എന്നെ പുതപ്പിച്ച് മൂടൂ എന്ന് പറഞ്ഞപ്പോൾ, എന്നിലേക്ക് വെള്ളമൊഴിക്കൂ, എന്നെ ഒന്ന് തണുപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മൂടി പുതച്ച് കിടത്തുകയാണ്. വേറൊരു ചോദ്യവുമില്ല. എന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്. അത് വല്ലാത്തൊരു വാക്കായിരുന്നു. കല്ല അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. തങ്ങളെ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹ് നിങ്ങളെ കൈവിടുകയില്ല എന്നാണ്. ആ ഒരു ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതസ്ദുഖുൽ ഹദീസ്, നിങ്ങൾ സത്യം മാത്രം പറയുന്നവനാണ്. വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, നിങ്ങൾ അശരണർക്ക് നിങ്ങൾ ആശ്രയം നൽകുന്നവരാണ്. വതുഖ്രിൽ ളൈഫ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അതേപോലെ
അതിഥികളെ ആദരിക്കുന്നവനാണ്, ബഹുമാനിക്കുന്നവനാണ്. ബുദ്ധിമുട്ട് ബാധിച്ചവരെ സഹായിക്കുന്നവനാണ്. നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല എന്നുള്ള ആ ഒരു അചഞ്ചലമായ ആത്മവിശ്വാസമാണ് അവിടുന്ന് പകർന്നു നൽകുന്നത്. നമുക്ക് വല്ലാത്തൊരു പാഠമാണ് ഇതിലൂടെ വിശ്വാസി സമൂഹത്തിന്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹ നൽകുന്നത്. വഹീൻ്റെ ഒന്നാമത്തെ ദിവസം അവിടെയായിരുന്നു അല്ലേ? ആ ഒരു ദാമ്പത്യത്തിൽ നിന്നായിരുന്നു ഒന്നാമത്തെ ദിവസം ആ ഒരു ആശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ഭർത്താവ് പുറത്ത് നിന്ന് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആ ഒരു തിരക്കിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് സമാധാനം തേടി വരുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകാനും സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകാനും സ്ത്രീ സമൂഹമേ നമ്മൾ ശ്രദ്ധിക്കുക. കേവലം പരാതികളുടെ ഭാണ്ഡവുമായി അവരുടെ മുന്നിലേക്ക് ചെല്ലാതെ അവരൊന്ന് ആശ്വസിപ്പിക്കാനും അവർക്ക് സന്തോഷം നൽകുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലത്തി തസുറുഹു ഇദാ നദറ, അല്ലേ? സ്ത്രീകൾക്ക് പണിയുണ്ട്, ശരിയാണ്. വീടുകളിൽ ഒരുപാട് പണിയുണ്ട്. കുട്ടികളെ നോക്കണം, അലക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്, ശരിയാണ്. അത് വെച്ച് ആ ടെൻഷന് തീർക്കാൻ വേണ്ടി പരാതികളുമായി ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു കെട്ട് പരാതി ഇങ്ങനെ ചൊരിക്കലല്ല, മറിച്ച് സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിനുമുണ്ട് ജോലി തിരക്കുകൾ, അല്ലേ? ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ അദ്ദേഹം പുറപ്പെട്ടത്, വൈകുന്നേരം അദ്ദേഹം തിരിച്ചു വരുന്നത് അതിനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകാൻ നമ്മൾ ശ്രമിക്കുക സഹോദരിമാരെ. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ അവസാന സമയം, ആ സമയത്ത് വളരെ ഫഖ്റോടുകൂടി അഭിമാനത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ ആ രംഗം പറയുന്നുണ്ട്. മാ തബൈന ഹാഖിനതി വദാഖിനതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എൻ്റെ മാറിടത്തിൽ വെച്ചാണ് എന്ന് പറഞ്ഞ് പിന്നീട് അതൊരു അഭിമാനമായി പറഞ്ഞിരുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ കടന്നു വരുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്കിലേക്ക് നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കുകയും അതെടുക്കട്ടെ റസൂലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ മിസ്വാക്കെടുത്ത് അത് വൃത്തിയാക്കി തൻ്റെ പല്ലുകൊണ്ട് ചവച്ച് അതിനെ പാകപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തേച്ചു കൊടുക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണ്ടറിഞ്ഞുകൊണ്ട്, കൃത്യമായി ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യയാണ് ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ചോദിക്കാൻ കാത്തു നിൽക്കാതെ കണ്ടറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് ഇത് ഒരു ഫഖ്റായിട്ട് പിന്നീട് പറഞ്ഞിരുന്നു. അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ എൻ്റെ ഉമിനീറുമായിട്ടാണ് ചേർന്ന് നിന്നത് എന്ന് അത് വലിയ അഭിമാനമായിട്ട് ആ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നതുവരെ കാത്തു നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുക എന്നത് ഒരു ഉത്തമയായ ഭാര്യയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അവകാശം? സ്ത്രീകളുടെ ഏറ്റവും വലിയ ബാധ്യത എന്നുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലേ? പുരുഷന്മാർ വരുമ്പോൾ, ഭർത്താവ് വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആവശ്യം ചായ ആയിരിക്കൂല. ചില ആളുകൾക്ക് ഉണ്ടാകാം ചായ കൊടുക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കൊടുക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാകാം, ശരിയാണ്. അതൊക്കെ പുറത്തും കിട്ടും, അല്ലേ? പൈസ കൊടുത്താൽ ഏത് നാട്ടിലെ എങ്ങനെയുള്ള വിഭവങ്ങൾ വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? തനിക്ക് തൻ്റെ ഭാര്യയിൽ നിന്ന് മാത്രം കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിലൊരിക്കലും അനുസരണക്കേട് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, തൻ്റെ വിരിപ്പിലേക്ക് വിളിച്ചാൽ ഫഅബത് ഫബാത ഗദ്ബാന അലൈഹാ, അങ്ങനെ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയും അവൾ അത് വിസമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ
ഭർത്താവ് കുപിതനായിക്കൊണ്ട് കോപിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ, പകലുവരേക്കും പുലർച്ചെ വരെ മലായിക്കത്തുകൾ ആ സ്ത്രീയുടെ മേൽ ലഅനത്ത് ചൊല്ലുമെന്നാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹത്താ തർജിഅ എന്നും ഹദീസിൽ കാണാം. അവൾ എപ്പോൾ മടങ്ങുന്നുവോ അവളുടെ ആ ചൊടിയിൽ നിന്ന്, ആ പിണക്കിൽ നിന്ന് അതുവരേക്കും മലായിക്കത്തുകൾ ലഅനത്ത് ചൊല്ലുമെന്നാണ്. കാര്യം ഗൗരവമാണ്. നമുക്ക് കാണാം ഉമ്മു സുലൈം എന്ന മഹദിയായ സ്വഹാബി വനിത റളിയല്ലാഹു അൻഹ ആരായിരുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ 10 വയസ്സായ അനസ് റളിയല്ലാഹു അൻഹുവിനെ കൊടുക്കുകയാണ്. റസൂലേ, ഇതാ താങ്കളുടെ ഖാദിമായി ഈ അനസിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവൻ നല്ല കുട്ടിയാണ്, അവൻ അനുസരണയുള്ളവനാണ്, നിങ്ങൾ വേണ്ടതെല്ലാം അവനോട് കൽപ്പിച്ചാൽ അവൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ആ ഉമ്മയാണ് ഉമ്മു സുലൈം. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ മാലിക് ഒരു ജൂതനായിരുന്നു. അങ്ങനെ മോചിതരായിരുന്നു ഇവർ. പിന്നീട് ഇവരെ കല്യാണം കഴിച്ചത് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, വലിയ ധനികനായിരുന്നു. ബൈറുഹ തോട്ടത്തിൻ്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്. മദീനയിൽ ഏറ്റവും ആളുകൾക്ക് പ്രിയങ്കരമായ ഒരു തോട്ടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഒരു തോട്ടമായിരുന്നു. അള്ളാഹ് ആയത്തിറക്കിയപ്പോൾ ആ തോട്ടം ഞാനിത് അള്ളാഹ്ക്ക് നൽകിയിരിക്കുന്നു റസൂലേ എന്ന് പറഞ്ഞ് ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറായ ആ സഹാബിയാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഒരിക്കൽ യാത്ര കഴിഞ്ഞ് അവർ വരികയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വരികയാണ്. അല്ലേ, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാതൃക ദാമ്പത്യത്തിൽ വികാരങ്ങളെക്കാൾ ഉപരിയായി ഭർത്താവിൻ്റെ ആ മനസ്സമാധാനത്തിന് മുൻഗണന നൽകിയ ഒരു സ്ത്രീയുടെ കഥയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടേത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ മകൻ മരിച്ചിരിക്കുകയാണ്. ആ കാര്യം ഭർത്താവിനോട് പറഞ്ഞില്ല. മറിച്ച് വീട്ടിലെത്തിയപ്പോൾ അവർ ഏറ്റവും നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്തു. ശേഷം അവർ മനോഹരമായി ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊടുത്തു, ശാരീരികമായി ബന്ധപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൃപ്തി നേടിക്കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹം തൃപ്തനായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആ ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ഭർത്താവിനോട് ചോദിക്കണം, ഒരാൾ എന്തെങ്കിലും ഒരു അമാനത്ത് നമുക്ക് തന്നു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു ചോദിക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കണ്ടേ? നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും അത് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ശാന്തനാക്കിയിട്ട് ആ ഉമ്മ പറയുകയാണ്, എന്നാൽ കേട്ടോളി, നമ്മുടെ മകനെ, അള്ളാഹു നമുക്ക് നൽകിയ മകനെ അവൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഇത് കേട്ട അബൂ ത്വൽഹ സ്തംഭിച്ചു പോവുകയാണ്. അല്ലേ, ഒരു കുഞ്ഞു മരിച്ചാൽ ഒരു ഭാര്യയുടെ, ആ ഉമ്മയുടെ, ഉപ്പയുടെ ഒരു മനോഗതി എന്തായിരിക്കും സഹോദരന്മാരെ? ഈ ഉള്ളവൻ്റെ ചെറിയൊരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്, ആ പ്രയാസം നമുക്കറിയാം. ഉപ്പയേക്കാളും ഒരു പക്ഷേ വേദനിക്കുന്നത് ഉമ്മക്കാണ്, അല്ലേ? അവർക്ക് കാലങ്ങളോളം അതിൻ്റെ പ്രയാസം സഹിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഈ ഉമ്മ ചെയ്തത് നോക്കൂ സഹോദരന്മാരെ, ഭർത്താവിൻ്റെ ആ സംതൃപ്തി നേടിയെടുക്കാൻ അവർ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ചരിത്രം പറയുന്ന ഹദീസുകളിൽ കാണാം അവർക്ക് പിന്നീട് ഒരുപാട് കുട്ടികളുണ്ടായി. എല്ലാം ഖറഉൽ കിതാബ്, എല്ലാവരും ഖുർആനിൻ്റെ പണ്ഡിതന്മാരായിരുന്നു എന്നായിരുന്നു. നോക്കൂ സഹോദരിമാർ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അവർക്ക് ചായ കൊടുക്കുന്നതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർക്ക് എവിടെയും ദുനിയാവിൽ ഹലാലായി കിട്ടാത്തൊരു സംഗതി, നിങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് അവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിൻ്റെ ഗൗരവം പറഞ്ഞു, ഇദാ ദഅ അർ-റജുലു വസൗജതഹു, ആരെങ്കിലും അയാളുടെ ഭാര്യയെ വിളിച്ചു, ലിഹാജതിഹി, അദ്ദേഹത്തിൻ്റെ ആവശ്യപൂർത്തീകരണത്തിന്,
ഫൽതഅതിഹി, അവൾ നിർബന്ധമായും അതിന് ഉത്തരം നൽകട്ടെ. വഇൻ കാനത് അല തന്നൂർ, അവൾ അടുപ്പത്ത് പണിയെടുക്കുകയാണെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ച് അവൾ തീ കെടുത്തി വന്ന് അയാളുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എന്നാണ്. അത്രയും ഗൗരവത്തിലാണ് അല്ലെ. ഗ്യാസിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് പോകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ കാര്യം ഗൗരവമാണ് അല്ലെ. ഭർത്താവിനെ മാനസികമായി തളർത്തുന്ന എന്തെങ്കിലും വാർത്ത ഉണ്ട് എങ്കിൽ അതൊക്കെ മനസ്സിലാക്കി ഏത് സമയത്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ മനസ്സിലാക്കി അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി സ്ത്രീ നിലകൊള്ളണം, ഭാര്യ നിലകൊള്ളണം എന്നാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം അവരുടെ കടമകൾ, സ്ത്രീക്ക് ചില കടമകളുണ്ട്. ആ കടമകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം, ഉത്തരവാദിത്തങ്ങൾ പാലിച്ചിരിക്കണം അല്ലെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനുസരണയാണ്. ഭർത്താവിനെ അനുസരിക്കൽ സ്ത്രീയുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാണ് അല്ലേ. അതെന്തിനാണ്? അത് അള്ളാഹ് പറഞ്ഞത് കൊണ്ടാണ്. റബ്ബിൻ്റെ തീരുമാനമാണത് അല്ലേ. നമ്മളങ്ങനെ ആ നിലക്ക് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇതിലൊരു പ്രതിഫലം കൂടി നമ്മൾ ആഗ്രഹിക്കണം. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ നല്ല നീയത്തായി എടുത്താൽ അല്ലേ, ഭർത്താവിനൊരു ചായ വെച്ച് കൊടുക്കുന്നതും അതൊരു ഇബാദത്താക്കി മാറ്റാൻ പറ്റും അല്ലെ. നല്ല നീയത്തോടു കൂടി റബ്ബിൻ്റെ കൂലി കിട്ടണം എനിക്ക്, ആ നിലക്ക് ഞാൻ എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത്, എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ എന്ന് ചിന്തിക്കുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് എല്ലാ കാര്യവും ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അതെന്ത് റബ്ബ് പറഞ്ഞതാണ്. ഭർത്താവിന് അങ്ങനെയുള്ള ഒരു സ്ഥാനം അത് റബ്ബ് കൊടുത്തതാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അല്ലാഹ് പറയാണ്, അവൾക്ക് ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ, കടമകൾ ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവൾക്ക് ചില അവകാശങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കാം. അവൾക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട് ഭർത്താവിൽ നിന്ന്. ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്ന് അതും കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ചില ആളുകൾ എന്ത് ചെയ്യും, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കുന്നവരുണ്ട്, പുരുഷന്മാർ. ചില ഭർത്താക്കന്മാർ എന്താണ് സ്ത്രീകളുടെ, ഭാര്യയുടെ അവരുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മാത്രം മനസ്സിലാക്കി അത് മാത്രം പോയി കാണിക്കും. ഇദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കടമകളും ബാധ്യതകളും അതൊന്നും ചോദിക്കുകയോ പഠിക്കുകയോ അതൊന്നും പാലിക്കുകയേ ഇല്ല. അങ്ങനെ നമ്മൾ ആകരുത്. മറിച്ച് അല്ലാഹ് പറഞ്ഞത് വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അവർക്ക് ബാധ്യത ഉള്ളതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, അവർക്ക് അവകാശങ്ങളുമുണ്ട്. എന്നിട്ട് പറയണം അല്ലാഹു വലിർരിജാലി അലൈഹിന്ന ദറജ. എന്തൊക്കെയായാലും റബ്ബ് പുരുഷന്മാർക്ക് ചില ദറജകൾ സ്ത്രീകളെക്കാളും നൽകിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് തീർച്ചയായും വകവെച്ച് കൊടുക്കുക തന്നെ ചെയ്യണം അല്ലേ. അത് ഈ ആധുനിക പുരോഗമന നാട്യത്തിൻ്റെ ആ ഒരു ചതിക്കുഴിയിൽപ്പെട്ട് അതൊന്നും ആവശ്യമില്ല, ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നവളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവൾക്ക് അല്ലേ ഇതൊന്നും കിട്ടൂല, ഈ പുണ്യങ്ങളൊന്നും കിട്ടൂല. ദീനിനെ വെക്കുന്ന ഒരു അവസ്ഥയാണ് അവൾ ചെയ്യുന്നത്. ഒരു സ്ത്രീ, ഒരു മുഅ്മിനത്തായ സ്ത്രീക്ക് അത് പറ്റൂല. ഇവനേക്കാളും കൂടുതൽ സാലറി വാങ്ങുന്ന പെണ്ണാണെങ്കിൽ പോലും അള്ളാഹു നിശ്ചയിച്ച ആ ആദരവ് ഭർത്താവിന് എന്തായാലും കൊടുത്തിരിക്കണം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. പുരുഷന്മാർ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, അവർക്ക് ഒരല്പം ദറജ അധികരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട് അല്ലേ, അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പുരുഷന്മാർക്ക് ഒരല്പം ദറജ സ്ത്രീകളെക്കാളും വകവെച്ച് കൊടുത്തിട്ട് അത് സ്ത്രീകൾ എന്തായാലും അംഗീകരിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ അവരുടെ 5 വക്ത് നിസ്കരിക്കുകയും വസാമത് ഷഹ്റഹ, റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും വഹസ്സനത് ഫർജഹ, അവളുടെ ചാരിത്രം അവൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ കൃത്യമായി അനുസരിക്കുകയും ചെയ്താൽ ഖീല ലഹ, അവളോട് പറയപ്പെടും ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ നീ പ്രവേശിക്കുക പെണ്ണേ എന്ന് ആ പെണ്ണിനോട്, ആ സ്ത്രീയോട് പറയുമെന്നാണ്. നമുക്ക് എത്ര മഹത്തരമാണ്
എത്ര മഹത്തരമാണ് അല്ലേ? ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ബാക്കി എല്ലാ നന്മകളിലും മുന്നിലാണ്. പക്ഷെ ഭർത്താവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ ഈ നന്മ അവൾക്ക് കിട്ടുകയില്ല. ഈമാനിൻ്റെ യഥാർത്ഥ ഹലാവത്ത് അവൾക്ക് കിട്ടുകയില്ല. കാരണം അവൾക്ക് ഏറ്റവും വലിയ ബാധ്യതയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്ന വാക്ക് നമുക്ക് കാണാം മജ്മൂഉൽ ഫതാവയിൽ. എന്താ അത്? അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ഭർത്താവിനോടാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യരോട് ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ പെണ്ണിനോട്, അവളുടെ ഭർത്താവിനോട് അല്ലെ, ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പം അതിനേക്കാളൊന്നും ഇല്ലല്ലോ പറയാൻ. അതിനപ്പുറമൊന്നും ഇല്ല. അത്രക്കും കടമകളും ബാധ്യതകളും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഭാര്യമാരെയും നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ മക്കളെ പെൺമക്കളെയും എല്ലാം ഈ നിലക്ക് ദീന് പഠിപ്പിച്ച നിലക്ക് നിലകൊള്ളുന്ന ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, അങ്ങനെ സ്വർഗതുല്യമായ ജീവിതം കാഴ്ചവെക്കുന്ന ആളുകളാക്കി നമ്മയെല്ലാം മാറ്റുമാറാകട്ടെ. അള്ളാഹു എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നല്ലൊരു ഭാര്യയും ഭർത്താവും ഉണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നല്ലൊരു ഭാര്യ അവൾക്കുണ്ടാകേണ്ട ഗുണങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവൾ തീർച്ചയായും അവളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യം ഓതി വെച്ച ഹദീസിൽ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, അവന് അനിഷ്ടകരമായ ഒരു നിലക്കും അവളുടെ ശരീരത്തെയോ അവൻ്റെയും അവളുടെയും സമ്പത്തിനെയും വിനിയോഗിക്കാത്ത ഒരു പെണ്ണാണ്. അങ്ങനെ ഒരു എതിർപ്പുണ്ടാകാത്ത ഒരു പെണ്ണാണ് നല്ലൊരു പെണ്ണ്, നല്ലൊരു സ്ത്രീ, നല്ലൊരു ഭാര്യ എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലെ, ഭർത്താവിൻ്റെ വരുമാനത്തിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാക്കുക, ഭർത്താവിൻ്റെ വരുമാനം എത്രയാണ് എന്ന് മനസ്സിലാക്കി ആ നിലക്ക് ചിലവഴിക്കാൻ വേണ്ടി ഭാര്യ ശ്രദ്ധിക്കുക. ഉള്ളപ്പോൾ ഉള്ളതുപോലെ ജീവിക്കുക, ഇല്ലാത്ത സമയത്ത് ആ നിലക്ക് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ല എങ്കിൽ അതൊരു വല്ലാത്തൊരു കുടുസായ ജീവിതമായിരിക്കും. പിന്നെ ഒരു സമാധാനവും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നെ അവർക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ മറ്റൊരു വിഷയം, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. രഹസ്യങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അത് പുറത്തു പറയാനുള്ളതല്ല. അല്ലാഹ് പറഞ്ഞില്ലേ, ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളാണ്. എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ എന്തിനാണ്? നമ്മളുടെ രഹസ്യങ്ങൾ പുറത്ത് കാണാതിരിക്കാനാണ്, അല്ലേ? നമുക്കതൊരു അലങ്കാരവും നമ്മളുടെ രഹസ്യങ്ങളും ന്യൂനതകളും പുറത്ത് കാണാതിരിക്കാനാണ്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഭാര്യ, അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഭർത്താക്കന്മാർ. അപ്പോൾ നമ്മളുടെ രഹസ്യം അത് സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവരെ അറിയിക്കുക, വീഡിയോ ചെയ്ത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക, അല്ലേ? അതിനൊന്നും ഒരിക്കലും നമ്മൾ നിൽക്കരുത്. അതല്ലെങ്കിൽ വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക, എല്ലാ പരാതിയും ഇങ്ങനെ പറഞ്ഞു. നമ്മൾ തന്നെ, ഭാര്യയും ഭർത്താവും തന്നെ എന്ത് ചെയ്യുക, അത് പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ കൃതജ്ഞതയുള്ള പെണ്ണായി ഭാര്യ മാറുക. എന്ത് നൽകിയാലും അതിനോടൊരു നന്ദി കാണിക്കുന്ന, തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുള്ളവളായി ഭാര്യ മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകം കാണിക്കപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിൽ ഞാൻ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് റസൂലേ എന്ന് സ്ത്രീകൾ ചോദിച്ചു. അതെന്തുകൊണ്ടാണ് റസൂലേ? അപ്പോൾ പറഞ്ഞു, തുക്സിർന ശകാ വതക്ഫുർനൽ അശീർ, അവർ കൂടുതലായും വേവലാദികൾ അധികരിപ്പിക്കുന്നവരാണ്, അതേപോലെ ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നവരാണ് എന്നാണ്.
എന്നിട്ട് അതിനെ വിശദീകരിച്ചു. ഒരുപാട് കാലം നന്മ ചെയ്ത ഒരു ഭർത്താവ് എന്നെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും മറന്നുപോയി, അതല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സാധനം കൊണ്ടുവന്നത്. അപ്പോൾ പറയും, നിങ്ങളിൽ നിന്ന് ഒരു നന്മയും ഉണ്ടായിട്ടില്ലല്ലോ, എന്നെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു വാക്ക്, അല്ലേ, മുമ്പുണ്ടായ എല്ലാ നന്മകളെയും വിസ്മരിച്ച് കളയുന്ന അത്തരത്തിലുള്ള ഒരു വാക്ക് പറയുന്ന പെണ്ണാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള ഒരു വാക്കാണ് എന്നാണ്. അതുകൊണ്ട് തീർച്ചയായും അത് നമ്മൾ ഒഴിവാക്കുക. ഏറ്റവും നല്ല നമുക്ക് മാതൃകകളായിട്ടുള്ള ആ ഉത്തമരായ പത്നികൾ, അല്ലേ, ഏറ്റവും മാതൃകകളായ ഖദീജ റളിയല്ലാഹു അൻഹ, അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അങ്ങനെ ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മാതൃകകളെ മാതൃകകളാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വർഗതുല്യമാക്കി, കുടുംബ ജീവിതത്തെ, ദാമ്പത്യത്തെ ഏറ്റവും മനോഹരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഏറ്റവും മനോഹരമാകുന്നത് റബ്ബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോഴും റബ്ബിൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുമ്പോഴുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഫാത്തിമ ബീവിയുടെയും ഖദീജ ബീവിയുടെയും ആയിഷ റളിയല്ലാഹു അൻഹുന്ന അങ്ങനെയുള്ള എല്ലാ മഹദികളുടെയും മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. സഹോദരന്മാരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഹജ്ജിൻ്റെ ദുൽഹിജ്ജയുടെ മാസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ മാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിനി മുന്നിലുള്ളത് ഉൽഹിയ്യത്ത് എന്നുള്ള മനോഹരമായ ഏറ്റവും പ്രതിഫലമുള്ള ഒരു ഇബാദത്ത്, ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പഠിപ്പിച്ച ആ ഉൽഹിയ്യത്തിൻ്റെ കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറ് ചെയ്യണം. മാ അമില ആദമിയുൻ മിൻ അമലിൻ യൗമൻ നഹരി, ആ യൗമുൻ നഹറിൻ്റെ അന്ന് ഏറ്റവും പ്രതിഫലമുള്ള ഒരു ഇബാദത്ത് എന്നുള്ളത് അത് ഉൽഹിയ്യത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആ അറുക്കുന്ന രക്തം, അല്ലേ, ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അത് റബ്ബിൻ്റെ അടുക്കൽ എത്തുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഫതീബു ബിഹാ നഫ്സഹ, നിങ്ങൾ അറുക്കുമ്പോൾ ഏറ്റവും നന്നായി, ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളായി, ആരെ കാണിക്കാൻ വേണ്ടിയല്ല, പെരുമനടിക്കാനല്ല, ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങൾ ആ ഉദ്ഹിയ്യത്ത് അറുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. വലിയ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ, ആടാണെങ്കിൽ ആട്, മാടാണെങ്കിൽ മാട്, അല്ലേ, പശു, പോത്ത്, അതൊക്കെ അറുക്കാൻ പറ്റും. അങ്ങനെ പശു പോത്തൊക്കെ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് അറുക്കാൻ പറ്റുന്നവരങ്ങനെ, അതല്ലെങ്കിൽ ഷെയർ കൂടിയിട്ട് 7 വരെ ഷെയർ കൂടി നമുക്ക് അറുക്കാവുന്നതാണ്. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. 5,000 6,000 1000 രൂപ നമ്മൾ മുടക്കിയാൽ, അല്ലേ, ഷെയർ കൂടിയിട്ട് നമുക്ക് അറുക്കാൻ പറ്റും. അതൊക്കെ വലിയ പുണ്യങ്ങളിൽ പെട്ടതാണ്. അതൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റബ്ബിൻ്റെ പ്രീതി നേടുന്ന എല്ലാ കാര്യങ്ങളിൽ മുന്നേറുക. ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നമുക്ക് അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ, ആജിലായ താമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ഐശ്വര്യവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.